തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ തലപ്പത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങി സർക്കാർ. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ മാറ്റും. പഴയ സൂപ്രണ്ട് നിസാറുദ്ദീന് പകരം ചുമതല നൽകാനാണ് ആലോചന. അമൽ തേനമ്പറമ്പിലുണ്ട് വിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. ഈ ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലാണ് യൂറോളജി വിഭാഗം മേധാവിയുടെ ഭാഗത്ത് നിന്ന്, ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്ത് നിന്ന് വലിയ ആരോപണങ്ങൾ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ്. ഈ റിപ്പോർട്ട് വരും മുമ്പ് തന്നെ ഈ മാറ്റം ഉണ്ടാവും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സകലമാന സംവിധാനവും അഴിച്ചുപണിയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. കാരണം സർക്കാരിന് നിയന്ത്രിക്കാനും കഴിയുന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ടാണ് ഒരു ഡോക്ടർക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വന്നത്. ആ തുറന്നു പറച്ചിൽ വലിയ കോളുകൾക്ക് സൃഷ്ടിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിലൊന്നും തെറ്റില്ല എന്നും ആത്മാർത്ഥതയുള്ള കഠിനാധ്വാനിയായ ഒരു ഡോക്ടറാണ് ഹാരിസ് എന്നുള്ള കാര്യവും പറയേണ്ടി വന്നു ആരോഗ്യമന്ത്രിക്ക്. എന്തുകൊണ്ട് ഒരു അപര്യാപ്തത തുറന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ആരോഗ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അത് വകുപ്പിൻ്റെ വീഴ്ചയാണെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ എന്ത് മാറ്റങ്ങളാണ് വേണ്ടത്? അത് തലപ്പത്തെ മാറ്റം മാത്രം മതിയോ അതോ അവിടുത്തെ സംവിധാനങ്ങൾ മാറ്റണമോ എന്നുള്ള കാര്യത്തിൽ കൂടി സർക്കാർ ആലോചന നടത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്, ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ, അതോടൊപ്പം തന്നെ അവിടുത്തെ നെഫ്രോളജി വിഭാഗം മേധാവി, കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി, ഇങ്ങനെ 4 പേരടങ്ങുന്ന ഒരു സമിതിയാണ് അന്വേഷണം നടത്തുന്നത്. ഈ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അവർ പരിശോധിക്കും. ആ പരിശോധനയ്ക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ അതിന് മുന്നേ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ തലപ്പത്തൊരു മാറ്റത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ പോകുന്നത്. നിസാറുദ്ദീൻ ഡോക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരന്തരമായി ഇവിടുത്തെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി കലഹിച്ച ഒരു ഡോക്ടറാണ് നിസാറുദ്ദീൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ നിരന്തരമായി അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഡോക്ടറാണ്. അതിനുശേഷമാണ് പിന്നീട് സൂപ്രണ്ടിൻ്റെ ചുമതല അദ്ദേഹം ഒഴിയുന്നതും മറ്റൊരു ചുമതലയിലേക്ക് പോകുന്നതും. ആ ഡോക്ടറെ തന്നെ തിരികെ കൊണ്ടുവരാൻ ഒരു ആലോചന സർക്കാർ നടത്തുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നിസാറുദ്ദീൻ ഡോക്ടർ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ മെഡിക്കൽ കോളേജിൽ തന്നെയുണ്ട്. എന്തായാലും ആ തീരുമാനം എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിലെ സൂപ്രണ്ടിനെ മാറ്റി മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റ് തലപ്പത്ത് ഇരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഈ സമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുക. നിലവിലെന്തായാലും സൂപ്രണ്ടിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മോത്തി, ശരിയാണ്.